പ്രക്ഷോഭയാത്ര കോഴിക്കോട് ഉച്ചയോടെ വയനാട്ടിലേക്ക് കടക്കും. ബിജെപി പദയാത്രയും തുടരുന്നു. വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. ISLൽ ഇന്ന് പഞ്ചാബ് FC നേരിടും. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത്, നമ്മൾ ശ്രദ്ധിക്കുന്ന വാർത്ത അങ്ങ് വയനാട്ടിലാണ്. വയനാട്ടിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ തന്നെയാണ് ഇന്നുമുള്ളത്. എന്തായാലും മാനന്തവാടി പയ്യപ്പള്ളിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്ന കൊലയാളി ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. രാവിലെ 8 മണിക്കാണ് ദൌത്യം തുടരുക. കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് ഇന്നലെ ദൌത്യം നടന്നിരുന്നില്ല. തുടർന്ന് വനം വകുപ്പിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. MS അനീഷ് കുമാർ വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? അവിടുത്തെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വയനാട്ടിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്? തുടരുക തന്നെ കാര്യം ഈ മനുഷ്യൻ അല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തുന്ന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് ചെയ്യും. ഹനീഷിലേക്ക് എത്താം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വയനാട് മാനന്തവാടി പയ്യപ്പള്ളിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്ന കൊലയാളി ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. ഇന്നലെ രാവിലെ മുതലുള്ള ദൌത്യം പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ആന കാട്ടിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് കടന്നതുകൊണ്ടാണ് ദൌത്യ സംഘത്തിന് ഇന്നലെ ആദ്യം ആന ഉണ്ടായിരുന്നു. അനീഷ് നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ചിന് തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ദൌത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്നാണ് ഇന്നലെ ദൌത്യം പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത്. രാവിലെ മുതൽ മയക്കുവെടി വെക്കാനുള്ള തീവ്രശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. നാടിനെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുമെന്നുള്ള വിവരത്തിന്റെ പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രതിഷേധം ആ നാട്ടിലെ ജനങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ അതിന് ഇന്നലെ സാധിക്കാതെ വന്നതോടുകൂടി വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക്, വനംവകുപ്പ് അധികൃതർക്ക് നേരെയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്നലെ മാനന്തവാടിയിലെ ജനങ്ങൾ കടന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നും ദൌത്യ സംഘം പറയുന്നത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി എന്തായാലും ദൌത്യം ആരംഭിക്കുമെന്നാണ്. കുംകി ആനകൾ അവിടെ സജ്ജമാണ്. പക്ഷേ എത്രമാത്രം ഈ ഒരു ദൌത്യം വിജയിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും ആന കാട്ടിലേക്ക് പോയൊരു സാഹചര്യത്തിൽ എന്തായാലും രാവിലെ 8 മണിയോടുകൂടി ദൌത്യം ആരംഭിക്കും. തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻകുറുവ, കടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. വയനാട്ടിലെ കാട്ടാന ആക്രമണം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. ടി സിദ്ദിഖിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായിട്ടായിരിക്കും വിഷയം സഭയിൽ ഉന്നയിക്കുക. ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയും ഇന്ന് തുടങ്ങും. 3 ദിവസമാണ് ബജറ്റ് ചർച്ച. കൃഷി ഒഴികെ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന കിട്ടിയില്ലെന്ന പരാതി ചർച്ചകളിൽ പ്രതിഫലിച്ചേക്കും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. നിലവിലെ MP തോമസ് ചാഴിക്കാടനെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനാണ് നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ചുമതലപ്പെടുത്തും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് യോഗങ്ങൾ തുടങ്ങുക. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. CPM ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കും. ഈ മാസം 16-നാണ് സെക്രട്ടേറിയറ്റ് ചേരുക. തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. ജനങ്ങളുടെ പ്രതിഷേധം ഇതോടെ കുറയുമെന്നാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. ഡൽഹി സമരവും നവകേരള സദസ്സും LDFന് മേൽക്കൈ നൽകിയെന്നും സമിതി വിലയിരുത്തുന്നു.
KPCC അധ്യക്ഷൻ കെ സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം ഇന്ന് അവസാനിക്കും. രാവിലെ മാനാഞ്ചിറയിലെ ജനകീയ ചർച്ച സദസ്സോടുകൂടിയാണ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുക. ഉച്ചയ്ക്ക് ശേഷം സമരാഗ്നി വയനാട് ജില്ലയിൽ പ്രവേശിക്കും. 3 മണിക്ക് കൽപ്പറ്റയിലാണ് യാത്രയ്ക്ക് സ്വീകരണം. കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ സെക്രട്ടേറിയറ്റിന്റെ സമഗ്ര നവീകരണത്തിനായി വകയിരുത്തിയത് 2.5 കോടി രൂപ. സെക്രട്ടേറിയറ്റും അനക്സുമായി ബന്ധിപ്പിക്കാൻ ഫ്ളൈ ഓവർ, രാജ്ഭവന്റെ അറ്റകുറ്റപ്പണികൾക്കായി 1 കോടി. ഇങ്ങനെ നീളുന്നു ബജറ്റിലെ എസ്റ്റിമേറ്റുകൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സെക്രട്ടേറിയറ്റും അനക്സുമായി ബന്ധിപ്പിക്കാൻ ഫ്ളൈ ഓവറും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പുതിയ കെട്ടിടവും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 2.5 കോടി രൂപ ബജറ്റ് എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. രാജ്ഭവനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് സജ്ജീകരണം ഉൾപ്പെടെയുള്ള 11 നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് 2.5 കോടി രൂപ വകയിരുത്തിയത്. 20 കോടി 6 ലക്ഷം രൂപയോളം എസ്റ്റിമേറ്റ് രേഖപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് 2.5 കോടി രൂപ നീക്കിവെച്ചത്. അനക്സ് കെട്ടിടത്തെ മെയിൻ ബ്ലോക്കുമായി ബന്ധപ്പെടുത്താനുള്ള ഫ്ളൈ ഓവർ പാസേജ് നിർമ്മാണത്തിന് 23,90,000 രൂപയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ പുതിയ ബ്ലോക്ക് നിർമ്മാണത്തിന് 11,95,000 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. രാജ്ഭവനിൽ ഗവർണറുടെ അപ്പാർട്ട്മെന്റിന്റെ ഷീറ്റ് വർക്ക്, റൂഫ് ടൈൽ, പെയിന്റിംഗ് എന്നിങ്ങനെ അറ്റകുറ്റപ്പണി, തകർന്ന ചുറ്റുമതിൽ നിർമ്മാണം, രാജ്ഭവനിലെ റോഡ് നിർമ്മാണം എന്നിവയ്ക്കായാണ് 1 കോടി രൂപ വകയിരുത്തിയത്. രാജ്ഭവനിലെ ഗസ്റ്റ് ബ്ലോക്കിലെ അറ്റകുറ്റപ്പണികളും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പണം വകയിരുത്തിയിട്ടില്ല. ബജറ്റിലെ പൊതുമരാമത്തിന്റെ വിശദമായ എസ്റ്റിമേറ്റ് വിവരങ്ങളിലാണ് ഇത് സംബന്ധിച്ച പരാമർശം ഉള്ളത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഭൂമി വില ലഭിക്കാത്തതുകൊണ്ട് പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഭൂമി വിട്ടുകൊടുത്തവർ. 15-ലധികം കുടുംബങ്ങളാണ് പണം ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കിടപ്പാടം വിട്ടുകൊടുത്ത ഇവർക്ക് ഭൂമിയുടെ വില ലഭിച്ചാലേ പുനരധിവാസം സാധ്യമാകൂ. അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വന്നവരാണ് പണം ലഭിക്കാതെ വലയുന്നത്. പണം ഏറെ വൈകാതെ അക്കൌണ്ടിൽ വരുമെന്ന് പറഞ്ഞ് മാസങ്ങളായി അധികൃതർ കബളിപ്പിക്കുകയാണെന്നും ഇനിയും വൈകിയാൽ വിട്ടുകൊടുത്ത ഇടങ്ങളിൽ വീണ്ടും താമസം തുടങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം സാങ്കേതിക കാരണങ്ങളാണ് പണം വൈകാൻ കാരണമെന്നാണ് വിശദീകരണമാണ് അധികൃതർ നൽകുന്നത്. കരിപ്പൂർ വിമാനത്താവള റൺവേ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാനായത് വലിയ നേട്ടമായിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ സർക്കാരിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഭൂമിയുടെ വില കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഇപ്പോൾ ചേരുന്നത് കരിപ്പൂരിൽ വിമാനത്താവള വികസനത്തിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്തവരിൽ ചിലരാണ്. ഇപ്പോൾ എത്ര സെന്റ് ഭൂമിയാണ് നിങ്ങൾ വിട്ടുകൊടുത്തത്? ഇതിന്റെ ഫണ്ട് കിട്ടാതിരിക്കാനുള്ള കാരണമായിട്ട് എന്താണ് അവർ പറയുന്നത്? ഫണ്ട് 15 സെന്റ് ഭൂമിയാണ് ഞങ്ങൾ വിട്ടുകൊടുത്തത്. അതിൽ വീടും ഉണ്ടായിരുന്നു, 2 വീടും ഉണ്ടായിരുന്നു. അതിൽ ഒരു വീടിന് 4 സെന്റിലാണ് ഒരു വീട് നിന്നിരുന്നത്. ആ വീടിന്റെ പൈസയാണ് അവർ കൊടുത്തിട്ടുള്ളൂ. മറ്റത് ഞങ്ങൾക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 10 ലക്ഷം റുപ്യ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു. പിന്നെ ഇതുവരെയായിട്ടും ഒരു പൈസയും കിട്ടിയില്ല. അതിന്റെ കാരണം അന്ന് അവർ പറഞ്ഞിരുന്നത് പിന്നെ ലീഗൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിരുന്നു. അത് ആദ്യം ഇവർ ഉദ്യോഗസ്ഥർ വേണ്ടാന്ന് പറഞ്ഞു, പിന്നീട് അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാനുള്ളൊരു താമസം 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ ലീഗൽ സർട്ടിഫിക്കറ്റ് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് കൊടുത്താൻ 2 മാസം കഴിഞ്ഞു. അത് ഉദ്യോഗസ്ഥർ അന്ന് പറഞ്ഞിരുന്നത് ഞങ്ങൾ തന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കയറുന്ന പറഞ്ഞത്. ഇപ്പോൾ അത് 2 മാസമായിട്ടും അവർ ചെല്ലുമ്പോൾ പറയണത് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അപ്ഡേറ്റ് ആഴ്ചയിലുള്ള എന്തായാലും കയറും എന്നാ പറയുന്നത്. ഇതുവരെയായിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ കിട്ടാത്തതുകൊണ്ടുള്ള പ്രതിസന്ധി എന്താണ്? ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോഴും ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പ്രായമായ അച്ഛനും അമ്മയൊക്കെയാണ് ഉള്ളത്. അപ്പൊ അവർക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രയാസം തന്നെയാണ്. കാരണം ഇവർ താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് അവർ താമസിക്കുന്നത്. ഇപ്പൊ എന്നും രാവിലെ അച്ഛൻ ഞങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രയാസം നല്ലോണ്ട്. പിന്നെ ഇപ്പൊ ഭൂമി വാങ്ങിയ പൈസ ഫുള്ള് കൊടുക്കാൻ കഴിഞ്ഞു. 10 ലക്ഷം റുപ്യ അഡ്വാൻസ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഡേറ്റ് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. കാരണം ഇവരെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങളും ഡേറ്റ് പറഞ്ഞത് ഈ ഭൂവുടമകളോട്. പക്ഷെ അവർക്ക് ഇപ്പോൾ ഭയങ്കര പ്രയാസം. ഞങ്ങൾ 10 ലക്ഷം റുപ്യ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഭൂമി മറിച്ച് കൊടുക്കുകയാണെന്ന് പറയാണ്. ഇതിപ്പോ എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? 19 പേർക്ക്. അത് ഉദ്യോഗസ്ഥരെ എഴുതി തന്നതാണ് ഞങ്ങൾക്ക്. ഈ പാലക്കപ്പറമ്പ് ഭാഗവും കുമ്മണിപ്പറമ്പ് ഭാഗവും 2 ഭാഗത്തുള്ള ആളുകൾക്കാണ് ഇത് കിട്ടാനുള്ളത്. അത് ഈ കുമ്മണിപ്പറമ്പുള്ള ആളുകൾ ചിലരാരൊക്കെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾ ചോദിക്കുമ്പോൾ അധികൃതർ പറയുന്നത്?
അവർ പറയണത് എന്താ വെച്ചാല് അടുത്ത ആഴ്ച കിട്ടുമെന്ന് പറയണം അന്വേഷിക്കുമ്പോൾ നമ്മള് വളരെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് പെട്ടെന്ന് പൈസ കിട്ടണം നമുക്ക്. ഇത് ഉദ്ദേശിച്ചത് വളരെ വേഗത്തിൽ കിട്ടുന്നായിരുന്നു പറഞ്ഞിരുന്നു. അവരമ്മോട് ഈ അനന്തര സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം ഒരാഴ്ച കൊണ്ട് പൈസ തരുമെന്നാ പറഞ്ഞിന്. നമ്മളതുകൊണ്ടാണ് ഭൂമി 2 മാസമായി ഇപ്പൊ നമ്മള് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ട്. ഇതിലേക്കും മോല് വിളിച്ചുമ്പോ അടുത്താഴ്ച പൈസ കയറുന്ന പറയണേ. വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. നമ്മളെ വീട് വൃത്തിയാക്കിയാണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ പോവാണ്. ചട്ടവിരുദ്ധല്ലേ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയായി അവര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ലല്ലോ. നമ്മളിഞ്ഞ് വീട്ടിലേക്ക് തന്നെ പോരാതുകൊണ്ട്. എന്താണ് ചേട്ടാ? ഞങ്ങൾക്ക് 7.5 സെന്റ് സ്ഥലവും ഒരു വീടുമാണ് ഞങ്ങൾക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ പുനരധിവാസത്തിനുള്ള 10 ലക്ഷം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങളൊരു സ്ഥലം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട്. പക്ഷെ അതിന്റെ NOC ഞങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ സ്ഥലം എടുത്തിട്ടുണ്ട്. പക്ഷെ അഡ്വാൻസ് ആ കിട്ടിയ 10 ലക്ഷം ഞങ്ങൾ അതിന് കൊടുത്ത് 3 മാസം എഗ്രിമെന്റ് എഴുതിയിട്ടാണ്. 3 മാസം ഇപ്പം 2 ദിവസം മുന്നേ കഴിഞ്ഞ് അവരിപ്പം ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വേറെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 10 ലക്ഷം ഞങ്ങൾ തിരിച്ചു തരണോ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വാടകയ്ക്ക് നമുക്കിപ്പോൾ ഞങ്ങൾ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വിട്ടു വന്നത്. ഞങ്ങൾ ജനിച്ചു വളർന്ന വീടാണ്. ഞങ്ങൾ ഉപ്പ മരിച്ചു പോയ വീടാണ്. ഒരുപാട് വിഷമത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതും വികസനമാണല്ലോ എന്നുള്ള ഒരൊറ്റ സമാധാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ വിട്ടു തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്രയും ഞങ്ങൾ ഇങ്ങനെ ഗവൺമെന്റിന് വേണ്ടി ചെയ്തു തരുമ്പോൾ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു പ്രതികരണമായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളോട് അവർ പറഞ്ഞത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഒരാഴ്ചക്കുള്ളിൽ ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ 3 മാസം എഗ്രിമെന്റ് എഴുതുകയും ചെയ്ത്. വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ പോവാണ്. കാരണം വേറെ ഒരു നിവൃത്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഓഫീസർമാരെ വരെ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇതാ ചെയ്യാന്നുള്ളത്. ആ ചെയ്തോന്ന് വരെ റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് ആ ചെയ്യുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല ഓഫീസർമാരും ഞങ്ങൾ നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നാളെ എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് ഇല്ലാണ്ടായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയും ഞങ്ങൾ ഓരോരുത്തർക്കും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാനാണെങ്കിലും പ്രബേട്ടനാണെങ്കിലും എൻ്റെ ആങ്ങളാണെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് മാത്രം, നാളെ കിട്ടും. ഒരു സമാധാനപരമായിട്ടുള്ള കാര്യം ഞങ്ങളോട് പറയുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു പ്രതീക്ഷയില്ല. വൈകി പോവാണ്. 2 മാസത്തോളം ഇപ്പോൾ വൈകിപ്പോയി. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. പണം കിട്ടിയില്ലെങ്കിൽ വീടുകളിലേക്ക് തിരിച്ചു പോകും എന്ന ആ വാക്ക് അതാണ് അവർ ആവർത്തിക്കുന്നത്. കാരണം ഇതിന് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ചില ഒഫീഷ്യലായിട്ടുള്ള ചില ഡിലേ മാത്രമാണ്, നയപരമായിട്ടുള്ള ചില തിരക്കും കാലതാമസവും മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എത്രയും വേഗം പണം നൽകുമെന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. പക്ഷേ ആ വാക്ക് ഇവർ കേൾക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടുകാർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വിമാനത്താവള വികസനത്തിന് ഭൂമി നൽകിയവർക്ക് പണം നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാലതാമസമുണ്ടായിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ടെന്നും കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും TV ഇബ്രാഹിം ന്യൂസ് 18നോട് പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇതുമായിട്ടുള്ള എല്ലാറ്റുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏത് കാര്യങ്ങളാണെങ്കിലും സർക്കാർ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു അനൌദ്യോഗികമായി അവർക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം ബില്ലുകൾ അയക്കരുത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കാരണം തന്നെയാണ്. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രിയോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോടോ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്ന മറുപടി പറയുക. പക്ഷേ സ്വകാര്യമായി പലരും സമ്മതിക്കുന്നുണ്ട്. ഈ കാര്യം നമ്മുടെ മലപ്പുറത്തിന്റെ ചുമതലയുള്ള V. അബ്ദുറഹ്മാനായിട്ടും ധനമന്ത്രിയായിട്ടും അങ്ങ് നേരിട്ട് ഡിസ്കസ് ചെയ്യേണ്ടായോ, അവരെ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായോ? 2 മന്ത്രിമാരും മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള V. അബ്ദുറഹ്മാനായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെ തടസ്സം ഉണ്ടാവില്ല, തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കിത്തരാം, ഞങ്ങളതിൽ ഇടപെടാം. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ ചാർജുള്ള മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹം അതിൽ ഇടപെടാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ധനകാര്യമന്ത്രിയും പറഞ്ഞത് നിങ്ങൾക്ക് വലിയ തുക തന്നിട്ടുണ്ടല്ലോ, അത് കൃത്യസമയത്ത് കിട്ടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഡീറ്റെയിൽസിലേക്ക് പഠിച്ചിട്ടുമില്ല, ഡീറ്റെയിൽസിലേക്ക് അദ്ദേഹം പോകാൻ തയ്യാറായിട്ടുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ ബംഗളൂരുവിലെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഇന്ന് നിർണായക ദിനം. മാസപ്പടി കേസിൽ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട 3 കേസുകൾക്ക് ഇന്ന് കേരള കർണാടക ഹൈക്കോടതികൾ വിധി പറയും. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ട് വീണ വിജയൻ സമർപ്പിച്ച ഹർജി രാവിലെ കർണാടക ഹൈക്കോടതി പരിഗണിക്കും. ഇതേ ആവശ്യവുമായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDC സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതിയും പരിഗണിക്കും. അതേസമയം SFIO അന്വേഷണത്തിലേക്ക് വഴിവെച്ച ഷോൺ ജോർജിന്റെ ഹർജിയിലും ഇന്ന് വിധിയുണ്ടായേക്കും. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ
നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ചാൻസലറുടെ നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തുടർന്നാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. നിയമനം നടത്താൻ നിർദ്ദേശം നൽകിയ കോടതി തന്നെ നിയമനം എങ്ങനെ സ്റ്റേ ചെയ്യുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ ചോദിച്ചത്. സർവകലാശാലകളിലേക്കുള്ള സെനറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ സർക്കാരിനോട് പട്ടിക ആവശ്യപ്പെടുന്നതാണ് കീഴ്വഴക്കം. ഇത് മറികടന്ന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത BJP RSS സഹയാത്രികർക്ക് നിയമനം നൽകുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് മാധ്യമപ്രവർത്തകനായ PV കൂട്ടനും വ്യവസായ മണ്ഡലത്തിൽ നിന്ന് സർവകലാശാല പട്ടികയിലുണ്ടായിരുന്ന ദാമോദരൻ അവണൂരും ഹൈക്കോടതിയെ സമീപിച്ചത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നാളെ ഹാജരാകണമെന്ന് കാട്ടി ED നൽകിയ സമൻസും തോമസ് ഐസക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. 129ാമത് മാരാമൺ കൺവെൻഷൻ തുടങ്ങി. പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന കൺവെൻഷൻ മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കാണ് പമ്പ മണപ്പുറത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ വിദേശത്തുനിന്നുൾപ്പെടെയുള്ള സുവിശേഷകർ പങ്കെടുക്കും. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടറെയാണ് 129ാമത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം. ദൈവഹിതം എന്തായാലും കാലികവും സംഗതവുമായി അറിയുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ 129ാമത് മാരാമൺ കൺവെൻഷൻ ഏറെ അനുഗ്രഹമായി എല്ലാവർക്കും തീരട്ടെ. ആദ്യ ദിനം 10,000-ത്തിലധികം ആളുകളാണ് കൺവെൻഷൻ നഗരിയിൽ എത്തിയത്. വിവിധ ക്രൈസ്തവ ബിഷപ്പ്മാർക്ക് പുറമെ മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കൺവെൻഷൻ നടത്തുന്നത്. ഒരേ സമയം 100,000-ത്തോളം ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഓലപ്പന്തലാണ് കൺവെൻഷൻ നഗരിയിൽ സജ്ജീകരിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. കമനീയമായ കെട്ടുകാഴ്ചകൾ ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ മനോഹര കാഴ്ചയാണ്. ഭരണി ദിവസം വൈകുന്നേരം കാഴ്ച കണ്ടതിൽ നിരക്കുന്ന 13 കരങ്ങളിൽ നിന്നുള്ള സമർപ്പണം കാണാൻ നാനാദിക്കിൽ നിന്നും ഭക്തജന പ്രവാഹമാണ്. അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ, അതാണ് ഈ ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ 13 കരകളാണ്. ഈ 13 കരകളുടെ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടിന്റെ പ്രത്യേകത. ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ടവർ, അത് ആ പൊക്കം, അതിന് മുകളിലുള്ള പൊക്കം കാണും ഈ കെട്ടുകാഴ്ച നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ. ഞാനുള്ളത് ഈരേഴുവട കരയിലാണ്. അവരുടെ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കാണുന്ന ഇതിന്റെ ഒരു മനുഷ്യനിർമ്മിതമാണിതെല്ലാം, യന്ത്രത്തിന്റെ സഹായങ്ങളൊന്നുമില്ല. ഈ കാണുന്ന പാടത്തുകൂടിയാണ് ഈ കെട്ടുകാഴ്ച ഇവിടെ നീണ്ട 1.5 കിലോമീറ്റർ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെല്ലാം മനുഷ്യ സാധ്യമാണ്. മനുഷ്യന്റെ അധ്വാനത്തിലാണ് ഈ കെട്ടുകാഴ്ചകൾ ഒരുങ്ങുന്നതും ഇത് വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിക്കുന്നതും. ഇത് പണ്ടൊക്കെ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത എള്ളുപാടങ്ങളായിരുന്നു, പരമ്പരാഗതമായുള്ള എള്ളുപാടങ്ങളായിരുന്നു. ഇപ്പോൾ എള്ളു കൃഷിയൊന്നുമില്ല. നമുക്കറിയാം കാലത്തിന്റെ മാറ്റമനുസരിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എള്ളുപാടത്തിലൂടെ വലിച്ച് മനുഷ്യർ തന്നെയാണ്, നമ്മൾ ആലോചിക്കണം, ഈ ഇത്ര വലിയ പൊക്കമുള്ള ഒരു തെങ്ങിന്റെ പൊക്കമുള്ള, കൊന്നത്തെങ്ങിന്റെ പൊക്കമുള്ള ഈ കെട്ടുകാഴ്ച ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുന്നത്. നയനമനോഹരമായ ദൃശ്യമാണ്, കാഴ്ചയാണ്. ഈ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് ആ ദിവസം കുംഭഭരണ ദിവസം ഉണ്ടാകും. അത് കാണാൻ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഈ പറഞ്ഞതുപോലെയുള്ള 13 നിർമ്മാണങ്ങൾ അവിടെ ഉണ്ടാകും. ഇത് ഒരു നിർമ്മാണം മാത്രമാണ്. നമുക്ക് മറ്റു സ്ഥലങ്ങളുടെ കാഴ്ചകളും കാണാം. നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങളും ചോദിക്കാം ഇതിന്റെ പിന്നിലുള്ള ഒരു അധ്വാനത്തെക്കുറിച്ച്. ഇതിന് തുടക്കമായിട്ടേ ഉള്ളൂ നിർമ്മാണത്തിന്? അതെ, തുടക്കം ആയി കുറച്ച് ദിവസമായി, 2-3 ദിവസമായി തുടക്കങ്ങളായിട്ട്. ഒരു എന്നാലും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു പാതി വഴിയിലെത്തിയെന്ന് പറയാം. ഇതിൽ കുറെ കൂടെ ഈ പ്രഭട പോലെയുള്ള കുറെ കൂടെ ഭംഗിയുള്ള ഒരു ശാരത ഉണ്ടാകുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ, അതുപോലെ അതുപോലെ തന്നെ കെട്ടും ഒക്കെ ചേർന്നിട്ടുള്ള വരുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപം എത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു മനസ്സിലാകുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഉള്ള രീതിയിലേ അല്ല ഇത് വരുന്നത്. പൂർത്തിയായിട്ട് വരുമ്പോൾ ഇത് ഈ രീതിയിലല്ല ഉള്ളത്. ഞാൻ പറയുമായിരുന്നു, ഈ മനുഷ്യൻ തന്നെ നിർമ്മിച്ച്, മനുഷ്യൻ തന്നെ അധ്വാനം കൊണ്ട് ഇതിനെ കുറെ ദൂരമുള്ള കണ്ടത്തിൽ കൂടെ വലിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന ഒരു രീതി ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതെ, ഇവിടുത്തെ ചെട്ടുകുളങ്ങരക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ വയലുകളിലൂടെ കുതിരയെ വലിച്ച് ദേവിയുടെ സന്നിധിയിൽ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്.
ഇത് എല്ലാം പൂർണ്ണമായും ഒരു സമർപ്പണമാണല്ലേ? കരക്കാരെല്ലാവരും ഈ സമയങ്ങളിൽ ഇവിടെ കാണണം, ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്. അതെ അതെ, എല്ലാവരും ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണിത്. ആ കർമ്മത്തിൽ എല്ലാവരും ഭാഗമാവുക എന്നുള്ളതാണ് ഇതിന്റെ മുഖ്യമായ ലക്ഷ്യം. ശരി, അതാണ് ഇതൊരു വഴിപാട് എന്നതിനപ്പുറം പരമ്പരാഗതമായി വർഷങ്ങളായി നിലനിൽക്കുന്ന പലവിധ രീതികളുടെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കുംഭഭരണി നാളിൽ ഇവിടെ നിന്ന് ഇത് വലിച്ച് മനുഷ്യാധ്വാനം കൊണ്ട് വലിച്ച് ഈ കാഴ്ചക്കണ്ടത്തിൽ എത്തിക്കുന്നത് വരെ ഈ കരക്കാരുടെ അധ്വാനം അത് അതേ തരത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതൊരു അനുഭൂതി നിറയുന്ന കാഴ്ചയാണ്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങരയിലേക്ക് ഒഴുകിയെത്തുന്നത്. കെട്ടുകാഴ്ചയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? ഒരുങ്ങി. ഞങ്ങൾ ഇന്ന് കഞ്ഞിയുടെ ദിവസമാണ്. ഇന്ന് ഇവിടെ നമ്മുടെ ഉടല് കയറ്റുന്ന ദിവസമാണ്. നമുക്ക് പിന്നെ ഓരോ ദിവസം കഞ്ഞി നടക്കുന്ന ദിവസത്തിനനുസരിച്ച് പണി മുന്നോട്ട് പോകും. ഒരു പ്രത്യേകതയാണല്ലോ നമ്മുടെ ഇതിന്റെ ഒരു കലാരൂപത്തിന്റെയൊക്കെ ഒരു, അതെങ്ങനെയാണ് ഇത് നമ്മുടെ ചെട്ടികുളങ്ങര കുംഭഭരണോടനുബന്ധിച്ച് കെട്ടുകാഴ്ചയാണ്. നമ്മുടെ മറ്റമടക്കിന്റെ കെട്ടുകാഴ്ചയാണ് ഇത് ഭീമസേനാണ് നമ്മുടെ മറ്റമടക്കിന്റെ കെട്ടുകാഴ്ച. ഇത് ബഗന് ചോറും കൊണ്ടുപോകുന്ന ഭീമനെയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചേട്ടാ ഇത് ഇതിന്റെ ഒരു സങ്കല്പം എങ്ങനെയാണ്? ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ബഗന് ചോറുമായിട്ട് പോകുന്ന പോത്തിനെ കെട്ടിയ വണ്ടിയാണ്. 2 പോത്തിനെയും വരും. പിന്നെ പോത്തിനെ കെട്ടിയ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് സങ്കല്പം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, ചെട്ടികുളങ്ങര. വയസ്സ് 102 നിൽക്കുമ്പോഴും തൃശൂർ വെള്ളിക്കുളങ്ങര പോത്തൻചിറയിലെ നെറ്റിക്കാടൻ വീട്ടിൽ വർക്കി കർമ്മനിരതനാണ്. വാർദ്ധക്യത്തിന്റെ അവശതകളെ ഇച്ഛാശക്തി കൊണ്ടും ചിട്ടയായ ദിനചര്യങ്ങൾ കൊണ്ടും മറികടക്കുന്ന ഈ വയോധികന്റെ ജീവിതം പുതുതലമുറയ്ക്ക് വലിയ സന്ദേശമാണ് പകരുന്നത്. നമുക്ക് വർക്കിയെ പരിചയപ്പെടാം. ഈ റിപ്പോർട്ടോടുകൂടി ആദ്യ വാർത്ത പൂർണ്ണമാകും. നമസ്കാരം. മേലൂരിലെ കർഷക കുടുംബത്തിലാണ് വർക്കിച്ചേട്ടന്റെ ജനനം. 7ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് പിതാവിനൊപ്പം കൃഷിപ്പണികളിൽ സജീവമായി. എല്ലാതരം കൃഷികളും ഉണ്ടായിരുന്നെങ്കിലും പുൽത്തൈലം വാറ്റിയെടുക്കാനുള്ള ഇഞ്ചിപ്പുൽ കൃഷിയാണ് അന്ന് പ്രധാനമായും ചെയ്തിരുന്നത്. അടിച്ചിലി, മൂക്കന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുന്നിൻ പ്രദേശത്തായിരുന്നു ഇഞ്ചിപ്പുല്ല് കൃഷി ചെയ്തിരുന്നത്. പണിക്കാരോടൊപ്പം വർക്കിച്ചേട്ടനും കൃഷിപ്പണികളിൽ പങ്കുചേരും. കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായിരുന്നതിനാൽ അക്കാലത്ത് പുകയില, ഉപ്പു തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതായി വർക്കിച്ചേട്ടൻ ഓർക്കുന്നു. രാവിലെ ജോലിക്കെത്തുന്ന തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന സമ്പ്രദായവും അക്കാലത്തുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോ 102 വയസ്സ്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ആരെയും ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ കിടപ്പിലായിട്ട് വന്നിട്ടില്ല. മരുന്നുകളും വലിയ കാര്യമായിട്ടൊന്നുമില്ല, കഴിക്കേണ്ടി വന്നിട്ടില്ല. വിവാഹിതനായ ശേഷമാണ് മേലൂരിൽ നിന്ന് മറ്റത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര ഗ്രാമമായ പോത്തൻചിറയിലേക്ക് സ്ഥിരതാമസത്തിനെത്തിയത്. റബ്ബർ അടക്കമുള്ള കൃഷികളിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് ജീവിതം കെട്ടിപ്പടുത്തത്. 3 ആൺമക്കളും 1 മകളുമുണ്ട്. ഭാര്യ ത്രേസ്യക്കുട്ടി മാസങ്ങൾക്ക് മുൻപ് മരിച്ചു. 102ാം വയസ്സിലും പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതിന്റെ രഹസ്യം കഠിനാധ്വാനവും മിതമായ ഭക്ഷണരീതിയും ലഹരി പദാർത്ഥങ്ങളെ അകറ്റി നിർത്തിയതുമാണെന്ന് വർക്കിച്ചേട്ടൻ പറയുന്നു. ഇക്കാലത്തിനിടെ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത് വെറും 2 ദിവസം. രാവിലെ നേരത്തെ ഉണരും. കട്ടൻ ചായ കുടിച്ച ശേഷം പറമ്പിലിറങ്ങി നടക്കും. ചെറിയ തോതിൽ കൃഷിപരിചരണവും നടത്തും. രാവിലെ ഒരു 6:30 എനിക്കും കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കും. അത് കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങും. നടത്തിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് പറമ്പിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് മുടങ്ങാതെ ചെയ്യും. എല്ലാ ദിവസവും ചെയ്യുന്ന പണികളാണ്. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് വീണ്ടും ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇറങ്ങി പഴയതുപോലെ തന്നെ പണികളെടുക്കും. ആയുസ്സും ആരോഗ്യവും നിലനിർത്താൻ ലഹരി ഉപേക്ഷിക്കണമെന്നാണ് വർക്കിച്ചേട്ടന് പറയാനുള്ളത്. ന്യൂസ് 18 കൊടകര.